ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ മായാദേവി കുറുപ്പാണുള്ളത്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീകളിൽ അർബുദത്തെ നേരത്തെ കണ്ടെത്താനുള്ള ഇപ്പോഴത്തെ പുതിയ സ്ക്രീനിങ് രീതികളെ പറ്റിയിട്ടാണ്. അപ്പം പലർക്കും ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മുതൽ ഏതാണ്ട് ഒരു മധ്യവയസ്കരിന് മേലോട്ട് വരുന്ന ആൾക്കാർക്കും ഈ ഒരു സംശയമുണ്ട്. എന്നാൽ അവർക്കൊരു ഭയവുമുണ്ട്. നമ്മളെല്ലാ സമയത്തും മാഡം നമ്മുടെ വെൽനസ് പാക്കേജിലൂടെ സ്ക്രീനിങ് എന്നൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് ഈ സ്ക്രീനിങ് എന്താണെന്ന് അറിയില്ല. ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ രീതിയിൽ സ്ത്രീകൾക്ക് ഏതൊക്കെ സ്ക്രീനിങ് ആണ് മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിയമപ്രകാരം എത്ര വയസ്സ് കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സ്ക്രീനിങ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം വരുന്നതിന് മുൻപേ തന്നെ വരാൻ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുക. ചിലർക്ക് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുമ്പോഴേ പേടിയാണ്. കാരണം എനിക്കുണ്ടാകുമോ എന്നുള്ളൊരു പേടി. അപ്പം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മളിത് കൂടി കണ്ടുപിടിക്കുന്നത്. അപ്പം അതിന് നമ്മുടെ നിർഭാഗ്യവശാൽ എല്ലാ ക്യാൻസറുകൾക്കും നമുക്ക് ആ സ്ക്രീനിങ് പറ്റില്ല. അതിനുള്ള മാർഗങ്ങളില്ല. പക്ഷേ 2 ക്യാൻസറിന്, അതായത് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖ അർബുദത്തിനും ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദത്തിനും, ഇത് 2നും നമുക്ക് ഇന്നുണ്ട്. നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഭേദമാക്കാനും കഴിയുന്ന 2 രോഗങ്ങളുമാണിത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ 2 ക്യാൻസേഴ്സ് ആണ് അല്ലേ? കൂടുതൽ മുമ്പ് സെർവൈക്കൽ ക്യാൻസർ ആയിരുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഇടയിലുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് അത് 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ഈ സ്ക്രീനിങ് കാരണമാണ്. നമ്മൾ ചെയ്യുന്ന അതിൻ്റെ അത്രയും ഫലപ്രദമായിട്ടാണ് നമ്മൾ ആ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇതിന് പ്രായം ഒരു പരിധിയുണ്ടോ? ഒരു യുവതി സെക്ഷലി ആക്റ്റീവ് ആയതിനു ശേഷം ഇപ്പോൾ നമ്മളൊരു പ്രായപരിധി 25 വയസ്സിന് മുകളിൽ നിന്ന് വെക്കും. പക്ഷേ അതിന് മുന്നേ കല്യാണം കഴിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ സ്ക്രീനിങ് തുടങ്ങാം. പാപ്സ്മിയർ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അത് എവറി 3 ഇയേഴ്സ്, 3 വർഷം കൂടുന്തോറും അത് എടുക്കണം. 50 വയസ്സ് വരെ. 50 വയസ്സിന് ശേഷം എവറി 5 ഇയേഴ്സ്, 64 വയസ്സ് വരെ. അതുവരെ എല്ലാം നോർമലായിട്ടുള്ള ഒരാളാണ്, ഇതുവരെ സ്ക്രീനിങ്ങിന് ഒരു കുഴപ്പവും ഇല്ലാത്തതാണെങ്കിൽ 64 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മളൊരു സ്ത്രീയെ കാണുന്നു, അവരെ വേറൊരു എന്തെങ്കിലും ആവശ്യത്തിന്, അവർക്ക് ഇതുവരെ ഒരു പാപ്സ്മിയർ ടെസ്റ്റും ചെയ്തിട്ടില്ല, 64 വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യും. സർവിക്കൽ ക്യാൻസറിന് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നു. പാപ്സ്മിയർ ടെസ്റ്റ് പോസിറ്റീവ് ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതികളുമായിട്ട് മുന്നോട്ട് പോകണം. പാപ്സ്മിയർ ടെസ്റ്റിന് ചിലപ്പോൾ നമുക്ക് അബ്നോർമൽ സെൽസാണ് നമ്മൾ കാണുക. അതായത് പ്രീ ക്യാൻസറസ് സെൽസ്, അതിനെ കണ്ടുപിടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ക്യാൻസർ സെൽസ് ആയിരിക്കില്ല, വരാൻ സാധ്യതയുള്ള സെൽസ്. അത് പല ഗ്രേഡിലായിട്ടുണ്ടാകും, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിളിച്ച്, അല്ലെങ്കിൽ ക്യാൻസർ വിദഗ്ധൻ്റെ അടുത്ത് വിളിച്ചിട്ട് കോൾപ്പോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ കൊണ്ട് നമ്മൾ സെർവിക്സിനെ നോക്കി അബ്നോർമൽ ആയിട്ടുള്ള സെൽസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച് അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റഡ് ആയിട്ട് നമ്മൾ ബയോപ്സി എടുത്തിട്ട് പത്തോളജിക്ക് അയക്കും, കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്താൻ. അതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ചികിത്സ നിർവഹിക്കുന്നത്. മാഡം, സർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് മാഡം പറയുമ്പോൾ തന്നെ പാപ്സ്മിയറിലൂടെ കണ്ടുപിടിക്കും, അതിൻ്റെ ചികിത്സാ രീതികളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം പുതിയൊരു അറിവ് എല്ലാവർക്കും ഉണ്ട്, സർവിക്കൽ ക്യാൻസറിന് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് എടുക്കേണ്ടത്? ഐഡിയലി പെൺകുട്ടികൾ 9 to 11 ഇയേഴ്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് പക്ഷേ അപ്പം മാത്രമല്ല, അപ്പോഴേ തുടങ്ങണം. പിന്നെ നമുക്ക് 45 വയസ്സ് വരെ കൊടുക്കാം എന്നുള്ളതാണ്, വാക്സിനേഷൻ എടുക്കാം എന്നുള്ളതാണ്. പലർക്കും ഇതിനെപ്പറ്റി സംശയമുണ്ട്. ഈ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് അതിന്റെ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടാവാറില്ല, നല്ലതാണ്. ആക്ച്വലി ഏറ്റവും ചെറു പ്രായത്തിൽ തന്നെ എടുക്കുന്നതിനുള്ള പ്രൊട്ടക്ഷൻ വളരെ അധികമാണ്. അതുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾക്ക് അപ്പോഴേ കൊടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ വാക്സിനേഷൻ ഒരു നമ്മുടെ സാധാരണ വാക്സിൻ നിർബന്ധിതാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ എളുപ്പമുണ്ടെന്നാണ്. അതെ, പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള വൈറസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷനാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് സെർവൈക്കൽ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് anti-HPV വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെല്ലാം അതൊരു വളരെയധികം ഫ്രീ ഓഫ് കോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് അതിൻ്റെ ഇതൊന്ന് കുറച്ച് കൊടുക്കാൻ സാധ്യമായാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഇന്നും ജനങ്ങൾ പൂർണ്ണമായിട്ട് അതിന് ബോധവാന്മാരാണെന്ന് വെച്ചാൽ ഞാൻ അല്ലെന്നേ പറയുള്ളൂ. കാരണം പലരും സംശയത്തിൽ ഇപ്പോഴും എടുക്കാതിരിക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ വായിച്ചറിഞ്ഞ് വരുന്നുണ്ട്. അമ്മമാർ തന്നെ മക്കളെയും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ യുവതികളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു 30-40 വയസ്സൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനൊരു anti-HPV വാക്സിനേഷനെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ എടുക്കണോ? 45 വയസ്സ് വരെ എടുക്കാമെന്ന് പറഞ്ഞ് അവർ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ബോധവൽക്കരണം നല്ലതായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിന് നേരത്തെ സ്ക്രീനിങ്ങിന് എന്തൊക്കെയാണ് മാഡം ചെയ്യേണ്ടത്?
ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ആദ്യമേ തന്നെ ബോധവൽക്കരിക്കുന്നതിന് ഒപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ മുഴയോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവർ വേഗം ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കണം. അതില്ലെങ്കിൽ നമ്മൾ ഒരു 40 വയസ്സിന് മുകളിലാണെങ്കിൽ പിന്നെ ഒരു മാമോഗ്രാം എടുക്കാൻ പറയും. അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനെങ്കിലും എടുക്കണം. 50 വയസ്സിന് മുകളിൽ എന്തായാലും മാമോഗ്രാം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കുടുംബത്തിൽ അമ്മയ്ക്കോ സഹോദരിമാർക്കോ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ളവരാണെങ്കിൽ 30 വയസ്സിന് മുകളിൽ തന്നെ അവർ ഈ സ്ക്രീനിങ് തുടങ്ങണം. ഒരു 30 വയസ്സാകുമ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ബ്രസ്റ്റ് ഇടാൻ പറയും. അപ്പോഴേ മാമോഗ്രാം എടുക്കണ്ട, അൾട്രാസൗണ്ട് സ്കാൻ ബ്രസ്റ്റാണ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ MRI സ്കാനാണ് അവർക്ക് പറയുക. 50 വയസ്സിന് മുകളിലാണെങ്കിൽ മാമോഗ്രാം തന്നെയാണ് നമ്മൾ പറയുക. ഈ മാമോഗ്രാം എടുക്കാനും ആൾക്കാർക്കൊരു ഭയം എന്നൊരു സംഭവം, കാരണം ഇതൊരു വേദന ഉള്ള പ്രൊസീജിയറേ അല്ല. അത് ചിലർക്ക് ആ ഒരു ചെറിയൊരു കംപ്രഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ചില മെഷീൻസ് കുറച്ചും കൂടിയിട്ട് വേദന തോന്നുന്ന പേഷ്യൻസ് പറയാറുണ്ട്. പക്ഷേ എനിക്ക് പറയാം, ആസ്ട്രലിലെ മാമോഗ്രാം എടുക്കുമ്പോൾ ആരും പെയിൻ പറയാറില്ല എന്നുള്ളത്. നമ്മളിപ്പോൾ അതിനുവേണ്ടി തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബ്രസ്റ്റ് റേഡിയോളജിസ്റ്റ് ഇതിനു വേണ്ടി മാത്രം ആസ്ട്രൽ മെഡിസിറ്റിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീനിങ് ഉപകാരപ്രദമാവുന്നതിൽ എടുക്കണം. കാരണം ഇതൊരു ചെറിയ എമൗണ്ടേ ആവുള്ളൂ. ഒരു 2000-2500 രൂപ മാത്രമേ ചെലവാക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതിനുള്ളിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് പരിപൂർണമായി ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് പക്ഷേ പലരും പേടി കാരണം എന്തെങ്കിലും കണ്ടാൽ തന്നെ വരില്ല. 2 എക്സ്ട്രീംസ് ആണ് നമ്മുടെ ആൾക്കാരുടെ ഇടയിലുള്ളത്. ഒന്ന് ഓവർ ആങ്ഷ്യസ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിലും വരും. മറ്റത് കണ്ടാലും വരാതിരിക്കാൻ ഒരു എസ്കേപ്പിസം ഉണ്ട്. അത് ആവില്ല, അല്ലെങ്കിൽ ഒരു ഡിനയലുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ സ്വന്തം കാര്യം അവരെപ്പോഴും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതെ, അത് ശരിയാണ്. കാരണം ബാക്കി വീട്ടിലെ കുടുംബത്തിലെ എല്ലാവരുടെയും പിന്നെ ഇത് കഴിഞ്ഞിട്ടേ എൻ്റെ ആരോഗ്യം നോക്കാവുന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവരാണ് കൂടുതൽ സ്ത്രീകളും. അത് മാറ്റാൻ ഞങ്ങളൊക്കെ ശ്രമിക്കാറുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം എന്നുള്ള സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം ആരോഗ്യം, സെൽഫ് ഹെൽത്ത് എന്നുള്ള സംഭവം മുന്നോട്ട് കൊണ്ടുവരുക തന്നെ വേണം. അതിന്റെ സ്ക്രീനിങ് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പം ഇതിന് ഭയം എന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് വീട്ടിലെ പുരുഷന്മാർ തന്നെ ഇതിനെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? അതെ അതെ. പലർക്കും മറ്റൊരു പേടി, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്ക്രീൻ ചെയ്ത് എന്തെങ്കിലും കണ്ടുപിടിച്ചത് എനിക്കിനി ചികിത്സ അത് ചികിത്സിക്കാതെ ഇരുന്നാൽ അങ്ങനെ അങ്ങ് പോവില്ലേ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവത്തിലൊക്കെ തെറ്റാണ്. കാരണം ചികിത്സ നേരത്തെ ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഈ ഒരു ഭയവും കൂടി മാറ്റാൻ എന്തെങ്കിലും, മാഡത്തിന് OPയിൽ ഇപ്പോൾ വരുന്ന പേഷ്യൻസിനൊക്കെ ഈ ഒരു സൈക്കോളജിക്കൽ ഫിയർ മാഡം കാണാറുണ്ടോ? ഫിയർ ഉണ്ട്. എത്രയോ പേർക്ക് ഉണ്ട് ആ ഫിയർ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഒരു കൗൺസിലിംഗ് പോലെ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും അതൊന്ന് മറികടക്കാൻ പ്രയാസമുള്ള പല സ്ത്രീകളെയും നമ്മൾ കാണാറുണ്ട്. നിർബന്ധിച്ചിട്ട് വേണം. പിന്നെ ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ അവരെ വളരെയധികം സപ്പോർട്ടീവായിരിക്കും. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. വേറൊരു കാര്യമാണ്, സമൂഹത്തിൽ ഒരു താഴെത്തട്ടുള്ള കുറേ സ്ത്രീകളുണ്ട്. ഇപ്പം നമുക്കറിയാം, കുടുംബശ്രീ പ്രവർത്തകർ, അതേപോലെ ഒരുപാട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് മെയിൻ റോൾ എടുക്കുന്ന വളരെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്തരം ബോധവൽക്കരണം ഉണ്ടാക്കാൻ നമുക്കൊരു കൂട്ടായ പരിശ്രമം നടത്തുന്നതിൽ മാഡത്തിൻ്റെ ഒരു അഭിപ്രായം? ഇല്ല, നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ പോയി മെഡിക്കൽ ക്യാമ്പ്സ് നടത്തിയിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവരെ നമ്മൾ വളരെയധികം പൈസ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് മാമോഗ്രാം ചെയ്യിക്കാനൊക്കെ നമ്മളിതിന് മുന്നേയും വർഷങ്ങളായിട്ട് നമ്മളതങ്ങനെ ചെയ്യുന്നുണ്ട്. ക്യാമ്പ്സ് നടത്തിയിട്ട് പെരിഫറിയിൽ പോയിട്ട്. എനിക്ക് തോന്നുന്നു അതിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയല്ലോ. ഒന്നും കൂടെ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം എന്ന രീതിയിൽ ഈ ക്യാൻസർ സ്ക്രീനിങ് ഒരു വ്യാപകം, എല്ലാവരും ആശുപത്രിയിൽ വന്ന് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഉള്ള ബോധവൽക്കരണം ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ മാമോഗ്രാം നമുക്ക് കൊണ്ടുപോയി ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കും വളരെയധികം. അപ്പം അതും ആസ്ട്രൽ മെഡിസിറ്റി മാത്രമല്ലാണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി, ഗവൺമെൻറ് സെക്ടറുടെ സഹായത്തോടു കൂടിയും ഈ സ്ക്രീനിങ് ഒരു വലിയൊരു കേരളം ഒട്ടാകെ നിൽക്കുന്നതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു മേജർ പ്രോഗ്രാമായിട്ട് നടത്തുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും ഇത്തരം സ്ക്രീനിങ് എത്തിക്കാൻ സഹായിക്കുമാറും. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും അത്തരത്തിൽ താല്പര്യമുള്ള സംഘടനകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാവുന്നതാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫും ഒരുമിച്ച് പോയിട്ട് നമ്മുടെ ചാർജസും എടുക്കാണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യാൻ കഴിവുള്ളവർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായി അതിന് പറ്റുന്ന ആൾക്കാർക്ക് വന്ന് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തുകൊണ്ട് ഇത് ഈ ഒരു വലിയൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇന്നത്തെ വീഡിയോ സഹായകരമാവട്ടെ മാഡം.
അതെ, പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവട്ടെ. അതെ, താങ്ക് യു വെരി മച്ച് മാഡം. ഇത് അല്പ സമയം നമുക്ക് തന്നാലും ഇതൊരു വലിയൊരു ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ അതിന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.